നമ്മുടെ ബൈക്കിന് ലൈഫ് കൂട്ടാൻ വേണ്ടി നമ്മൾ എഞ്ചിൻ ഓയിൽ കൃത്യസമയത്ത് മാറാറുണ്ട്. എന്നാൽ നമ്മുടെ ലൈഫ് സേവ് ചെയ്യുന്ന ബ്രേക്ക് ഓയിൽ നമ്മൾ എത്ര പേര് മാറും? ഓരോ 10,000 മുതൽ 20,000 കിലോമീറ്ററിനിടയിലോ അല്ലെങ്കിൽ 1 മുതൽ 2 വർഷത്തിനിടയിലോ നമ്മൾ ഈ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ക്ലാസിക് 350യുടെ ബ്രേക്ക് ഓയിൽ ഞാനിന്ന് വീട്ടിൽ തന്നെ വെച്ച് മാറാൻ പോവുകയാണ്. ഓയിൽ മാറാൻ നമുക്ക് വേണ്ട ടൂൾസ് ഒരു 10-15 സ്പാനറും അതുകൊണ്ടൊക്കെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറുമാണ്. പിന്നെ ഇതുകൊണ്ടൊക്കെ ഒരു ചെറിയ ഓസും ഒരു സിറിഞ്ചും നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ഫ്ലൂയിഡ് സ്റ്റോർ ചെയ്തിരിക്കുന്ന റിസർവോയർ ക്യാപ്പ് ഊരിയെടുക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് ഓയിൽ ഒരു ഗ്ലൈക്കോൾ ബേസ്ഡ് സോൾവെന്റ് ആണ്. ഇത് നമ്മുടെ പെയിന്റിന് ഡാമേജ് വരുത്തും. അതുകൊണ്ട് തന്നെ റിസർവോയർ ക്യാപ്പ് ഊരുമ്പോൾ ബ്രേക്ക് ഓയിൽ വീഴാൻ സാധ്യതയുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ തുണി കൊണ്ടുമെല്ലാം കവർ ചെയ്യണം. ഇനി നമുക്ക് സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റിസർവോയർ ക്യാപ്പിലെ സ്ക്രൂ പതിയെ ഊരിയെടുക്കാം. ഈ സ്ക്രൂ ഊരുന്ന സമയത്ത് നമ്മൾ ത്രെഡ് വെട്ടിപ്പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ തുരുമ്പൊക്കെയുള്ള സ്ക്രൂ ആണെങ്കിൽ നമ്മൾ WD-40 മുതൽ എന്തെങ്കിലും കെമിക്കൽ കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് സാവകാശം റിസർവോയർ ക്യാപ്പ് ഊരിയെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് പതിയെ ഇതിനകത്തെ പഴയ ഫ്ലൂയിഡ് നീക്കം ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഫ്ലൂയിഡ് നമ്മുടെ പെയിന്റിലൊന്നും ആവാനേ പാടില്ല. ഇനി നമുക്കൊരു കോട്ടൺ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനകത്ത് സ്ലഡ്ജുകളെല്ലാം നീക്കം ചെയ്യാം. ഈ സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ബ്രേക്ക് ലിവർ അമർത്തരുത്. ക്ലീൻ ആക്കി വെച്ചേക്കുന്ന റിസർവോയറിനകത്ത് ഞാൻ പുതിയ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ .4 ഓയിലാണ് യൂസ് ചെയ്യുന്നത്. .3 ഓയിലും സാധാരണ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, പക്ഷേ അതിനെക്കാട്ടി ബോയിലിംഗ് പോയിന്റ് .4 കൂടുതൽ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ സജസ്റ്റ് ചെയ്യുന്ന ഈ ഓയിലായിരിക്കും. ഏകദേശം 3/4 ഭാഗത്തോളം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബ്രേക്ക് കാലിപ്പറിൻ്റെ അവിടെയുള്ള ബ്ലീഡിംഗ് വാൽവിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ട്യൂബ് ഇതുകൊണ്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബ്ലീഡിംഗ് വാൽവ് പതിയെ ലൂസ് ആക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ട്യൂബിൽ കൂടെ ഇതിനകത്ത് കിടന്ന പഴയ ഓയിൽ ഇറങ്ങിപ്പോകുന്നത്. ഇതോടൊപ്പം നമ്മൾ റിസർവോയറിൽ ഓയിലൂടെ നമ്മൾ ചെക്ക് ചെയ്യണം. കുറഞ്ഞു പോകാൻ നമ്മൾ വീണ്ടും ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ ബ്ലീഡിംഗ് വാൽവ് നമുക്ക് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് റിസർവോയറിനകത്ത് കുറഞ്ഞ ഓയിൽ നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഓയിൽ പമ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് ബ്ലീഡിംഗ് വാൽവ് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. കുറച്ചു നേരം പഴയ ഓയിൽ പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും ബ്ലീഡിംഗ് വാൽവ് ക്ലോസ് ചെയ്യുന്നു. മുകളിൽ ഓയിൽ തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും ഓയിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ താഴെ കണക്ട് ചെയ്ത ട്യൂബിൽ കൂടെ പുതിയ ഓയിൽ വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. താഴെ കൂടെ പുതിയ ഓയിൽ വന്നു കഴിഞ്ഞ് നമുക്ക് ബ്ലീഡിംഗ് വാൽവ് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ മുകളിൽ ബ്രേക്ക് ലിവർ ടൈറ്റ് ആവുന്ന വരെ നമുക്ക് പമ്പ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്ത് എയർ എല്ലാം പുറത്തു പോകും. പിന്നെ ഇതിനകത്ത് ഓയിൽ ഇങ്ങനെ ചെറുതായിട്ട് പുറത്തോട്ട് തള്ളി നമുക്ക് കാണാൻ കഴിയും. ഇനി ഈ ക്യാപ്പിലെ പഴയ ഓയിലെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഈ ക്യാപ്പ് പഴയ ഉണക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന സ്ക്രൂവിൽ ചെറിയ തുരുമ്പൊക്കെ ഉണ്ട്, നമ്മൾ WD-40 ഒക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നല്ല തുരുമ്പാണെങ്കിൽ നമ്മൾ ഈ സ്ക്രൂ റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമുക്ക് ഈ ക്യാബിൻ പഴയ ഉണക്ക് തന്നെ അടച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മാറാൻ കഴിയും. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ബാക്ക് ഡിസ്കുള്ള വണ്ടിക്കും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.